നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. പൊതുമാപ്പിന് രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് എന്ന പേരിൽ ഇമെയിൽ സന്ദേശങ്ങളും SMS-കളും പലർക്കും ലഭിക്കുന്നുണ്ട്. ഇത്തരം ലിങ്കുകളിൽ കയറുന്നതിനെതിരെ വിവിധ രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. വ്യാജ സൈറ്റുകളിൽ വ്യക്തിവിവരങ്ങൾ നൽകരുതെന്നും പണമിടപാടുകൾക്ക് ശ്രമിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സൈറ്റുകളാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ വ്യക്തിവിവരങ്ങൾ നൽകാവൂ. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനിയും UAE പ്രഖ്യാപിച്ചിട്ടില്ല. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എന്തെല്ലാം വിവരങ്ങൾ നൽകണം, ഏത് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ പോലും പുറത്തുവരാൻ പോകുന്നതേയുള്ളൂ. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ ഏറ്റവും ലളിതമാക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് UAE നടത്തുന്നത്. ജോലിയിൽ പ്രവേശിച്ച ദിവസം തന്നെ ജീവനക്കാരിയെ പുറത്താക്കിയ കമ്പനിക്കെതിരെ 1 ലക്ഷം നഷ്ടപരിഹാരത്തിന് വിധിച്ച് അബുദാബി ഫാമിലി സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെയിം കോടതി. 31,000 ദിർഹം വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് യുവതി ആദ്യ കമ്പനിയിൽ നിന്നും ജോലി രാജിവെക്കുകയായിരുന്നു. പുതിയ കമ്പനി നൽകിയ ഓഫർ ലെറ്റർ പ്രകാരം ഓഗസ്റ്റ് 1 ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിനത്തിൽ തന്നെ വിശദീകരണം കാണിക്കാതെ കമ്പനി ജീവനക്കാരിയെ പുറത്താക്കി. ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് യുവതിക്ക് 1 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചത്. കമ്പനിയുടെ നടപടി കരാർ ലംഘനമാണെന്നും ജോലി നഷ്ടപ്പെട്ടതിലൂടെ ഉപജീവനമാർഗം ഇല്ലാതായെന്നും പരാതിക്കാരി കോടതിയെ ബോധിപ്പിച്ചു. യാതൊരു ന്യായീകരണവുമില്ലാതെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട കമ്പനി നടപടി നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ട കോടതി സ്ഥാപനത്തിന്റെ വാദം നിരസിക്കുകയും നഷ്ടപരിഹാരത്തിനൊപ്പം കോടതി ചിലവുകളും നൽകണമെന്ന് വിധിക്കുകയായിരുന്നു. കേരളത്തെ നടുക്കിയ കരിപ്പൂർ വിമാന ദുരന്തത്തിന് 4 ആണ്ട്. കോവിഡ് പിടിമുറുക്കിയ സമയത്താണ് ജനങ്ങളെ ഞെട്ടിച്ചുള്ള ആ ദുരന്തം. 2020 ഓഗസ്റ്റ് 7 രാത്രി 8 മണിയോടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ആ ദുരന്തം പിറന്നിറങ്ങിയത്. 21 പേർ മരിച്ച അപകടത്തിൽ 165 പേർക്ക് പരിക്കേറ്റിരുന്നു. ദുബായിൽ നിന്നും 184 യാത്രക്കാരും 6 ജീവനക്കാരുമായി കരിപ്പൂരിലെത്തിയ IX 1344 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയിൽ റൺവേ കാണാതെ 2 വട്ടം ലാൻഡ് ചെയ്യാതെ പറന്നുയർന്നു. വിമാനം പിന്നീട് ലാൻഡ് ചെയ്തത് സാധാരണ ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കാത്ത 10ാമത്തെ റൺവേയിൽ. തെന്നിമാറിയ വിമാനം ചതുപ്പ് നിലവും കടന്ന് 35 മീറ്ററോളം താഴേക്ക് വീണ് 3 കഷ്ണമായി പിളർന്നു. വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്ന് വിമാനത്തിന്റെ മുൻഭാഗം പുറത്തേക്കെത്തിയിരുന്നു. വിമാനത്തിന്റെ പൈലറ്റ് ദീപക് വസന്താതെ, സഹ പൈലറ്റ് അഖിലേഷ് കുമാർ എന്നിവരടക്കം 21 പേരാണ് അപകടത്തിൽ മരിച്ചത്. വയനാട് ദുരന്തത്തിൽപ്പെട്ട് സർവവും നഷ്ടപ്പെട്ടവർക്ക് ജോലി വാഗ്ദാനവുമായി ദുബായിലെ KP ഗ്രൂപ്പും ABC കാർഗോയും. ഉരുൾപൊട്ടൽ ബാധിതർക്ക് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KP ഗ്രൂപ്പ് ജോലി വാഗ്ദാനം ചെയ്തു. ദുരന്ത ബാധിതരായവരിൽ അർഹരായവർക്ക് യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒഴിവുകളാണ് നിയമിക്കുക. നിലവിൽ സൂപ്പർ മാർക്കറ്റുകളിൽ അക്കൗണ്ടന്റ്, മർച്ചൻഡൈസർ, റെസ്റ്റോറന്റ് ആൻഡ് കഫേകളിൽ ബില്ലിംഗ്, വെയിറ്റർ, മൊബൈൽ ഷോപ്പുകളിൽ ടെക്നീഷ്യൻ, സെയിൽസ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് നിയമനം. UAE-ലാണ് നിയമനം. kpgrouphr1@gmail.com എന്ന ഇമെയിലിലേക്കോ +971 561 885464 നമ്പറിലേക്കോ വാട്സ്ആപ്പ് വഴിയോ നിങ്ങളുടെ CV അയക്കാം. ABC കാർഗോ 100ഓളം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനൊപ്പം ദുരിതബാധിത മേഖലയിലേക്ക് ആവശ്യ സാധനങ്ങൾ UAE-യിൽ നിന്നും സൗദിയിൽ നിന്നും സൗജന്യമായി എത്തിച്ചു നൽകുമെന്നും ABC മാനേജ്മെന്റ് അറിയിച്ചു. ദുരന്തബാധിതരായ 100ഓളം പേർക്ക് അവരുടെ തൊഴിൽ പരിചയവും വിദ്യാഭ്യാസ യോഗ്യതയും അനുസരിച്ച് ABC കാർഗോയുടെ GCC-യിലെ ബ്രാഞ്ചുകളിലേക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ ആരോഗ്യവും മികച്ച തൊഴിൽ അന്തരീക്ഷവും ഉറപ്പാക്കുന്നതിനു വേണ്ടി ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ GDRFA സ്പോർട്സ് ഇൻ GDRFA ദുബായ് എന്ന പേരിൽ പ്രത്യേക കായിക പരിപാടി സംഘടിപ്പിച്ചു. ഡയറക്ടറേറ്റിന്റെ പ്രധാന കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ കായിക മത്സരങ്ങളും ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പാനൽ ചർച്ചകളും സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനങ്ങളും വിൽപ്പനയും നടന്നു. ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ GDRFA സ്പോർട്സ് ഇവന്റ് സംഘടിപ്പിക്കുന്നത്. മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വകുപ്പിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അടക്കം നിരവധി പേർ സംബന്ധിച്ചു. സ്പോർട്സിന്റെയും ശാരീരിക പ്രവർത്തനങ്ങളുടെയും നേട്ടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിൽ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഏറെ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് GDRFA ദുബായ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. ശാരീരിക ക്ഷമതയും മൊത്തത്തിലുമുള്ള ആരോഗ്യവും നിലനിർത്താൻ ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്ന പ്രവർത്തനവും ചൈതന്യവും വളർത്തുന്ന ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു എടുത്തു പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് വിസ ഓണറേവൽ സംവിധാനമൊരുക്കി ഇന്ത്യ. UAE, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് 60 ദിവസത്തേക്കാണ് സൗകര്യം ലഭിക്കുക. ടൂറിസം, ബിസിനസ്, കോൺഫറൻസ്, മെഡിക്കൽ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് ഇത് സഹായകമാകും. രാജ്യത്തെ 6 വിമാനത്താവളങ്ങളിൽ സൗകര്യം ലഭ്യമാകും. കൂടാതെ 167 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അഥവാ ETA ഉപയോഗിച്ചുള്ള വിസ സൗകര്യവും രാജ്യം ഒരുക്കുന്നുണ്ട്. വിസ ഉപയോഗപ്പെടുത്തി രാജ്യത്തെ 30 നിയുക്ത അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 6
6 പ്രധാന തുറമുഖങ്ങളിലും യാത്രക്കാർക്ക് പ്രവേശിക്കാം. രാജ്യത്തെ 15 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി സഹകരിച്ച് വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ടൂറിസ്റ്റ് പോലീസിന്റെ സേവനവും 24 മണിക്കൂറുമുള്ള ബഹുഭാഷാ ടൂറിസ്റ്റ് ഇൻഫോ ഹെൽപ്പ് ലൈനും ടൂറിസം മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട്. വയനാട് ദുരിതബാധിതർക്ക് സഹായവുമായി നിത അംബാനിയും സഹായം പ്രഖ്യാപിച്ചു റിലയൻസ് ഫൗണ്ടേഷൻ. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു നിത അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഫൗണ്ടേഷൻ. ദീർഘകാലത്തിൽ വയനാട്ടിൽ ദുരിതബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മിതിക്ക് സഹായം നൽകും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള അടിയന്തര സഹായം ഈ മേഖലയിലെ ജീവനോപാധികൾ പുനർനിർമ്മിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ദീർഘകാല വികസന സംരംഭങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. വീട് നഷ്ടമായ കുടുംബങ്ങളെ ദൈനംദിന ജീവിതം പുനരാരംഭിക്കാൻ സഹായിക്കുന്നതിന് താൽക്കാലിക ഷെൽട്ടർ, കിടക്കകൾ, വസ്ത്രങ്ങൾ, അടുക്കളയിലേക്കുള്ള അവശ്യ വസ്തുക്കൾ എന്നിവ നൽകും. സുസ്ഥിര ഉപജീവനം പുനഃസ്ഥാപിക്കാൻ വയനാടിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായ വിത്ത്, കാലിത്തീറ്റ ഉപകരണങ്ങൾ, തൊഴിൽ പരിശീലനം, കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകും. ദുരിതബാധിതരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ പുസ്തകങ്ങളും വിതരണം ചെയ്യും. ക്യാമ്പുകളിലെ താമസക്കാർക്കും ദുരന്ത നിർവ്വഹണ സംഘങ്ങൾക്കും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന് ടവറുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ജിയോ ഭാരത് ഫോണുകൾ ലഭ്യമാകും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.